എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഇന്ന് നമ്മുടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തെരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നു. വയനാട്ടിൽ രക്ഷാദൗത്യം അതിൻ്റെ പരമാവധി വേഗത്തിലായിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ഈ സൈന്യം ഈ ബെയിലി പാലം ഉടൻ നിർമ്മിച്ച് പൂർത്തിയാക്കും എന്നുകൂടി വാർത്തകൾ വരുന്നു. മറ്റെന്ത് അപ്ഡേറ്റ്? സാറിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നത് എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. ഞാൻ ഇന്നലെ ആ മേഖലയിൽ രാവിലെ തൊട്ട് പോയിരുന്നു. ഞാൻ ആ സ്കൂളിന്റെ പരിസരത്ത് പോയതാണ്. അതൊരു മൺകൂമ്പാരമായി മാറി. ആ സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഒരു 2 ആൾ പൊക്കത്തിലൊക്കെ മണ്ണും വലിയ കല്ലുകളും ഒക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതാ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്താണ് ആ സ്കൂള്. ആ ദൃശ്യങ്ങൾ കാണാം. ആ സ്കൂളിന്റെ ഗ്രൗണ്ട് ആയിരുന്നു ഈ കാണുന്നത്. ഇപ്പോൾ ആ കല്ല് നിറഞ്ഞു കിടക്കുന്നത്. അതിന് ദൂരെ വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് എഴുതിയ ആ സ്കൂളിന്റെ ഒരു ബ്ലോക്ക് നമുക്ക് കാണാം. ആ ബ്ലോക്കിന്റെ മറുഭാഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഒരു ക്ലാസ് മുറി പോലും ഇല്ല വെള്ളം കയറാത്തത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ തടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആൾ പിടിച്ചാൽ അപ്പുറത്തെത്താത്ത തരത്തിലുള്ള വലിയ തടികൾ ആ സ്കൂളിന്റെ ഭാഗത്ത് മുഴുവൻ കിടക്കുകയാണ്. വലിയ പാറ അപ്പാടെ ആ സ്കൂളിൽ വന്ന് ഇടിച്ച് കിടക്കുകയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, ആ സ്കൂൾ തടഞ്ഞു നിർത്തിയതാണ് യഥാർത്ഥത്തിൽ ഈ ജലപ്രവാഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഈ തടിയും കല്ലും മണ്ണും അടങ്ങുന്ന ആ വലിയ ആ ഒരു പ്രളയത്തോടൊപ്പം വന്ന സർവ്വതിനെയും അത് തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ അതിന് തൊട്ട് താഴെ കാണുന്നതാണ് ഈ പറയുന്ന ചൂരൽമല എന്ന് പറയുന്ന ആ ചെറിയ ടൗൺ, ഒരു പഞ്ചായത്ത്, ഒരു അങ്ങാടി. അത് മുഴുവൻ ഒഴുകിപ്പോകുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ അവരുടെ ജീവനെ അത് വലിയ തോതിൽ ബാധിക്കുമായിരുന്നു. അത് ആ സ്കൂളിൽ അത്രയും വെള്ളവും അത്രയും കല്ലും അത്രയും മരങ്ങളും എല്ലാം വന്ന് അടിഞ്ഞത് കൊണ്ടാണ് അത് താഴേക്ക് ഒഴുകി വരാതിരുന്നത്. യഥാർത്ഥത്തിൽ ആ സ്കൂൾ കെട്ടിടം അത്രയും അപകടത്തെ തടഞ്ഞു നിർത്തിയെന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയാം. അത് ഇന്നലെയും ഇന്നുമായി ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ അത് പറയുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് അതിന് മുകളിൽ, നമ്മൾ ഇന്നലെ പോയതാണ്, അതിന് മുകളിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തോളം കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. ആ സ്കൂള് ഇനി എത്ര കാലം എടുക്കും അത് ഒരു സാധാരണ സ്കൂളായി മാറാനെന്ന് അറിയില്ല. തന്നെയുമല്ല, അവിടുത്തെ കുട്ടികളെ പലരെയും കാണുന്നില്ല എന്നൊക്കെയുള്ള വളരെ ഞെട്ടിക്കുന്ന, അങ്ങേറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ആ ക്യാമ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം എന്ന് നമുക്ക് ആശ്വസിക്കാം. തന്നെയുമല്ല, ആ സ്കൂളിന് തൊട്ടു മുകളിലുള്ള ഒരു റോഡുണ്ട്. അത് വെള്ളാർമല സ്കൂൾ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്കൂൾ റോഡിന്റെ ഇരുവശത്തും വീടുകളായിരുന്നു, നിറയെ വീടുകളായിരുന്നു. ചെറിയ ചെറിയ വീടുകൾ, ഈ 5 സെന്റ് 10 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി ചെറിയ വീടുകൾ വെച്ച് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ്. അതിന് തൊട്ടുമുകളിൽ ഒരു തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ സൂചന കിട്ടിയ പാടെ പലരും തേയിലത്തോട്ടത്തിലേക്ക് ഓടിക്കയറി. അങ്ങനെ കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ആ റോഡിന് ഒരു ഭാഗത്തുണ്ടായിരുന്നവർക്ക് രക്ഷപ്പെടാനേ കഴിഞ്ഞില്ല. അവർ ആ മണ്ണിനടിയിലായി പോയി എന്നാണ് അറിയുന്നത്. അതിൽ ചിലർ ക്യാമ്പുകളിലുണ്ട്, പക്ഷേ മറ്റു ചിലരെ പറ്റി ഒരു വിവരവുമില്ല. അവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു വലിയ ആഴത്തിൽ അവിടെ മണ്ണും ഒപ്പം വലിയ പാറ എന്ന് പറഞ്ഞാൽ നമുക്ക് നീക്കാൻ കഴിയാത്ത പാറയാണ്. അത് ഡ്രില്ല് ചെയ്ത് പൊട്ടിച്ച് മാത്രമേ മാറ്റാൻ കഴിയൂ. അത്തരം പാറകളുടെ ആയിരക്കണക്കിന് അത്തരം വലിയ പാറകൾ ആ ഭാഗത്തുനിന്ന് ഒഴുകി വന്ന് അവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ആ സ്കൂളിൻ്റെ പരിസരത്തും ആ ഭാഗത്തുമായി. അതിനെ മുഴുവൻ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ഈ നാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കുറച്ചെങ്കിലും. അല്ലെങ്കിൽ ഈ നാട് തന്നെ ആ പാറയുടെയും കല്ലിൻ്റെയും മരങ്ങളുടെയും അടിയിൽപ്പെട്ടു പോകുമായിരുന്നു എന്ന് ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സമയത്ത് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ എണ്ണമൊക്കെ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. ഏതായാലും അത്തരമൊരു ആശ്വാസം കൂടി നമുക്ക് ആ വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പറയാനുണ്ട്. ആ സ്കൂളിൻ്റെ 2 ഭാഗവും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, നമ്മൾ നേരിട്ട് പോയതുമാണ്. 2 ഭാഗവും ഏതാണ്ട് മനുഷ്യരില്ലാത്ത സ്ഥലമായി മാറിയിട്ടുണ്ട്. ഏതാണ്ട് 70-75-80 വീടുകൾ ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് 10-15 വീടുകൾ മാത്രമാണ്. ബാക്കി മുഴുവൻ മണ്ണിനടിയിലോ അല്ലെങ്കിൽ ഈ ഒഴുക്കിൽ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞത് ഒരു 2 നില വീടാണ്. അവിടെ അവർക്ക് ഈ അപകട സൂചന കിട്ടിയതോടെ അവിടുത്തെ പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന ആളുകൾ നേരെ ഒരു മലയുടെ മുകളിൽ കയറി അവരെ പിന്നീട് രക്ഷപ്പെടുത്തി. അവിടെ ഒരു വിവരം കൂടി വരുന്നു, അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അവിടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ. ആ വീട്ടിൽ ഏതാണ്ട് 10 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 10 അംഗങ്ങളും അവരുടെ ബന്ധുക്കൾ 10 പേരും ഉണ്ടായിരുന്നു. അത്രയും ആളുകളെ പറ്റി ഒരു വിവരവുമില്ല. അത് ഈ വയനാട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാണാതായവരുടെ കൂട്ടത്തിൽ അവരുണ്ടോ എന്നറിയില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ സ്കൂളിനോട് ചേർന്നുള്ള ഒരു കെട്ടിടം മണ്ണിലേക്ക് ഇടിഞ്ഞ് താണു നിൽക്കുന്നതാണ്. നേരത്തെ അതിലെ ഈ പുഴയൊന്നും ഒഴുകുന്നില്ല. പുഴ വളരെ ഇങ്ങ് സൈഡിലൂടെയാണ് ഒഴുകിയത്. അത് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആയിരുന്നു. സ്കൂളിൻ്റെ പിൻഭാഗത്തൊരു ഗ്രൗണ്ട്, ഒരു പച്ചപ്പ് പിടിപ്പിച്ച ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ ആ ഗ്രൗണ്ട്
നമുക്ക് കാണാൻ കഴിയും ഒരു നല്ല ഒരു ഗ്രൗണ്ട് ആയിരുന്നു. അതിൻ്റെ സൈഡ് ഇപ്പോൾ പൂർണ്ണമായും ഒരു പുഴ വിഴുങ്ങിയിരിക്കുന്നു. ആ കെട്ടിടം ഏതാണ്ട് ഇടിഞ്ഞ് താണ നിലയിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഞാനതിന് ഇങ്ങക്കരയിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതാ സ്കൂളിൻ്റെ സ്കൂളിനോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളാണ്. നമുക്ക് ഒരു സ്കൂളിൽ മുഴുവൻ മണ്ണടിഞ്ഞ് ആ സ്കൂളിൻ്റെ പകുതിയിലധികം ഭാഗം മണ്ണിൽ മൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. ആ സ്കൂളിനെ എങ്ങനെ ഒരു ഇത്രയും നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാക്കി മാറ്റാൻ കഴിയും. ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് വെള്ളാർമല. നേരത്തെ ഈ സ്ഥലം ആകെ വെള്ളാർമല എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് ചൂരൽമലയായത്. വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ സ്കൂള് സാധാരണ ഒരു വിദ്യാലയമായി മാറാൻ ഇനിയും എത്ര നാൾ എടുക്കുമെന്നറിയില്ല. നമുക്ക് നേരത്തെ ഉണ്ണികൃഷ്ണൻ സാറിന് സംസാരിക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന് തൊണ്ടയിടറുന്നത്, ശബ്ദം നഷ്ടപ്പെടുന്നതിൽ നമുക്ക് തെല്ലും അത്ഭുതമില്ല. കാരണം ഒരു സ്കൂള്, ആ നാടിൻ്റെ ചൈതന്യമായി നിന്ന സ്കൂളാണ് ഇപ്പോൾ തകർന്ന നിലംപരിശായി തരിപ്പണമായി കിടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ, അവിടെ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ, അവരെവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരും. അതിനിടയിലാണ് ഈ പറയുന്ന ഇത്തരം ഈ പരിസരത്തു നിന്ന് കൂടുതൽ വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. ആ വീടുകളിൽ ഉണ്ടായിരുന്നവർ ക്യാമ്പുകളില്ല, അവരെവിടെയാണെന്ന് അറിയില്ല എന്നുള്ള വിവരമൊക്കെ വരുന്നത്. ആ ഭാഗത്ത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് വാഹനങ്ങൾ എന്ന് പറയാം, അത് വളരെ ദൂരെ എന്ന് ഒഴുകി വന്നതാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ, കാറുകളും ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ മറ്റ് ചെറുവാഹനങ്ങളും ഒക്കെ അവിടെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. പലതും ഈ നാട്ടിലുള്ളവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ടാക്സി കാറുകളൊക്കെ ആയിരുന്നു ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങളിൽ പെട്ടത്. ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇത്തരം ചെറിയ ചെറിയ ടാക്സി സർവീസുകളൊക്കെ നടത്തുന്നവരിൽ അധികവും ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അവരൊക്കെയാണ് ഈ ദുരന്തത്തിൻ്റെ അപകടത്തിൽപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ദുരന്തത്തിന് ഇരയാവുകയും ഇനിയിപ്പോൾ അവർക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്ക് തിരികെ അവരുടെ വിജയകുമാർ, ആഷ്മി, നമ്മളിപ്പം ഈ ദുരന്തം നടന്ന എല്ലാ സ്ഥലത്തും ഈ മൂന്നാം ദിവസം നന്നായിട്ട് ഊർജ്ജസ്വലമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ്. അപ്പോൾ ആഷ്മി കിട്ടുന്ന വിവരം എന്തൊക്കെയായിരുന്നു? ഇത് നമുക്ക് ആശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കാമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് എന്തായാലും ദൗത്യം കൂടുതൽ കാര്യക്ഷമമാവുന്ന ഈ ദിവസങ്ങൾ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നു. മനുഷ്യനും യന്ത്രങ്ങളും ചേർന്നുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാത്ത നടക്കുന്ന എണ്ണയിട്ട യന്ത്രം പോലും നടക്കുന്ന ഒരു ദൗത്യം, ഒരു റെസ്ക്യൂ മിഷൻ അല്ലെങ്കിൽ റിക്കവറി മിഷൻ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് SK 15 ഹിറ്റാച്ചുകൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് അകത്തേക്ക് കടന്നിട്ടുണ്ട്. അവിടെ ചെയ്യാൻ കഴിയാവുന്ന പരമാവധി 1100 അംഗ സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നു. ദൈന്യപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെടാവർ നായകളുണ്ട്. പോലീസിന്റെ K9 ടീം ആ തെരച്ചിലിൽ പങ്കെടുക്കുന്നു. ബേലിപ്പാലം ഉച്ചയോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ പോകുന്നു. ഇതിനോടകം 60% അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പമാണ് നമ്മൾ ശിരൂരിൽ കണ്ട മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് ഡ്രോൺ പരിശോധന. ഇന്ദ്രപാലൻ അല്പസമയത്തിനും കോഴിക്കോട്ടേക്ക് എത്താൻ പോകുന്നു. ആ സ്ഥലം എത്തിയ ശേഷം ഈ ഡ്രോൺ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അപ്പോൾ എല്ലാവിധ സജ്ജമായ രീതിയിലുള്ള ഒരു ദൗത്യം ആ മേഖലയിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ അത് ആശ്വാസമെന്ന് പറയാൻ പറ്റാത്തത് നമുക്ക്, കാരണം 250 മുകളിൽ എന്ന മരണസംഖ്യ പിന്നെയും ഉയരുമോ എന്ന ആശങ്ക മാത്രം അവിടെ നിൽക്കുകയാണ്. എങ്കിൽ കൂടിയും ശ്രീകാന്ത് ചേർന്ന് മുണ്ടക്കൈയിലും. ശ്രീകാന്ത്, മുണ്ടക്കൈയിൽ LP സ്കൂളിൻ്റെ താഴെ ഒരു 3 പേരെ ഉണ്ട് എന്ന സംശയം ഇന്നലെ ശ്രീകാന്തിനോട് ദൗത്യസംഘത്തലവൻ പറയുന്നുണ്ടായിരുന്നു. വേറൊരു വീടിൻ്റെ പരിസരത്ത് 2 പേരുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. വേറൊരു വീടിനുള്ളിൽ ഒരു ശരീരത്തിൻ്റെ അവശിഷ്ട ഭാഗങ്ങളുണ്ട്, അതെടുക്കേണ്ട കാര്യം പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ദൗത്യസംഘം. അപ്പോൾ അതൊക്കെ ഇന്ന് റിക്കവർ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാമോ ശ്രീകാന്ത്? ഇപ്പോൾ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്താണ്. മുണ്ടക്കൈയിൽ രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുണ്ടക്കൈയിൽ 2 വീടുകളിലാണ് ഇപ്പോൾ ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്. അതായത് ഒന്ന്, ഇവിടെ നാസർ എന്ന വ്യക്തിയുടെ ഒരു വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ 5 പേരാണ് ആകെ ഉള്ളത്, അദ്ദേഹത്തെയും കൂടെ കൂട്ടി. അവിടെ 4 പേർ ഈ വീടിനുള്ളിൽ, ഈ തകർന്നു വീണ വീടിനുള്ളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കിട്ടിയിരുന്ന, ഇന്നലെ അടക്കം കിട്ടിയിരുന്ന വിവരം. അതിൽ 3 മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മൃതദേഹം കൂടി ഇതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. പക്ഷേ അത് പുറത്തേക്ക് എടുക്കുന്നതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇന്നലെ ഹിറ്റാച്ചി അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചിരുന്നു. അതുപയോഗിച്ച് ഇവിടെ മുഴുവൻ തെരഞ്ഞെങ്കിലും ആ മൃതദേഹം വീണ്ടെടുക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ഈ ആർമിയുടെ സ്നിഫർ ഡോഗ്സ് ഈ പ്രദേശത്ത് ആർമി സ്നിഫർ ഡോഗ്സിനെ എത്തിച്ചിട്ടുണ്ട്. മൃതദേഹമുള്ള ഭാഗങ്ങളിൽ എത്തി ഈ മൃതദേഹം മണ്ണിനടിയിലുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് സ്നിഫർ ഡോഗ്സിനെ ഇപ്പോൾ ആർമി എത്തിച്ചിരിക്കുന്നത്.
ഈ മേഖലയിൽ എസ്കേൻ ആകെ ഇനി പരിശോധിക്കേണ്ടത് 2 വീടുകളാണ്. മറ്റ് തകർന്ന വീടുകൾ എല്ലാം തന്നെ പരിശോധിച്ചു കഴിഞ്ഞു. അതിൽ ഇതിനോടകം ഇതുവരെയും മൃതദേഹങ്ങളൊന്നും വീണ്ടെടുത്തിട്ടില്ല. ഈ 2 വീടുകൾ പരിശോധിച്ചു. ഇനി 2 വീടുകൾ കൂടി മാത്രമേ പരിശോധിക്കാൻ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ പുഞ്ചിരിമുട്ടത്തേക്കാണ് ഇവിടെ നിന്നും നമ്മൾ നീങ്ങുന്നത്. ഈ രക്ഷാ ദൗത്യ സംഘം അടക്കം നീങ്ങുന്നത് പുഞ്ചിരിമുട്ടത്തേക്കാണ്. അങ്ങോട്ടേക്കുള്ള റോഡ് തകർന്നു കിടന്ന അവസ്ഥയിലായിരുന്നു. മുനീഫ്, നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ ഒരൽപ്പം കാണിക്കും. ഈ പുഞ്ചിരിമുട്ടം ഭാഗത്തേക്ക് ഇനി നമ്മുടെ ഈ രക്ഷാ ദൗത്യ സംഘം നീങ്ങാൻ പോവുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മുനീഫ്, ഒന്ന് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ അവിടെ സ്നിഫർ ഡോഗിനെ കാണാം. ആർമിയുടെ സ്നിഫർ ഡോഗ് ആ പ്രദേശം മുഴുവൻ 2 വീടുകൾ നിൽക്കുന്ന ആ പ്രദേശം മുഴുവൻ ആർമി സ്നിഫർ ഡോഗ്സ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ തകർന്നു കിടക്കുന്ന 2 വീടുകളിലാണ്. അവിടെ മനുഷ്യ സാന്നിധ്യമുണ്ടോ, മൃതദേഹങ്ങളുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്ന നടപടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നലെ പ്രധാനമായും ഈ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് മനുഷ്യർ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകൾ തെരച്ചിൽ നടത്തി പരമാവധി മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നു. മെഷീനറി ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പ്രധാനമായും ഇന്ന് നടക്കേണ്ടത്. ഈ 2 വീടുകൾ കൂടി കഴിഞ്ഞാൽ ഇനി നേരെ മുട്ടത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് തെരച്ചിൽ നടക്കേണ്ടത്. ഈ പ്രദേശത്ത് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് എന്ന് പറയാം. അതായത് 5 പേരടങ്ങുന്ന കുടുംബത്തിൽ അദ്ദേഹം പാലക്കാടായിരുന്നു. അദ്ദേഹം ഒഴികെ 4 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, കരളിലിയിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ഇവിടെ മുഴുവൻ മൂടൽമഞ്ഞാണ്. ഇടയ്ക്കൊന്ന് മഴ പെയ്തിരുന്നു. ആ മഴ ഇപ്പോൾ മാറി പൂർണ്ണമായും മൂടൽമഞ്ഞ് ഉള്ള അവസ്ഥയിലേക്കുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. നാശമായ റോഡൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ സുഗമമായ മൂവ്മെന്റ് നടക്കും എന്നുള്ളതാണ് കരുതുന്നത്. അതിനാൽ തന്നെ ഈ മൂവ്മെന്റ് സാധ്യമാക്കുന്നതിന് വേണ്ടി മരങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, കല്ലുകളൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം ഇവിടെയുള്ളത്, ഈ കല്ലുകളും ചെളിയും ഒക്കെ നീക്കി ഈ മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നിലവിൽ ഇവർ ശ്രമിക്കുന്നത് ഈ തകർന്നു കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ മണ്ണ് നീക്കി മണ്ണിനടിയിൽ താങ്കൾ പറയുന്ന ഈ സ്ഥലം മുണ്ടക്കയിൽ നിന്ന് എത്ര ദൂരെയാണ്, എത്ര ഉള്ളിലാണ് കാണുന്നത്? കാരണം ഈ തകർന്നു കിടക്കുന്ന ഈ വീടുകൾക്കടിയിൽ, കെട്ടിട കൂനകൾക്ക് അടിയിൽ മനുഷ്യർ പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം നമ്മൾക്ക് രക്ഷപ്പെടുത്തേണ്ട കാര്യമുണ്ട്. സഹായ കരങ്ങൾ അവിടേക്ക് നീണ്ടു ചെല്ലേണ്ടതുണ്ട്. താങ്കൾ എത്ര ദൂരെയാണ് നിൽക്കുന്നത്? പറയൂ. ചൂരൽമലയിൽ നിന്നും ഏതാണ്ട് 5-6 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയപ്പെടുന്ന മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം എന്ന് പറയുന്ന ഈ പ്രദേശമുള്ളത്. അവിടേക്ക് ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇന്നലെ പരമാവധി ആളുകൾ എത്തി അവിടെ തെരച്ചിൽ നടത്തി. ആളുകൾ ജീവനോടെ ഉണ്ടോ എന്ന് നോക്കി. അവിടുത്തെ റാണി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ഏലക്കാടുകളിലൊക്കെ തന്നെ കാടടച്ച് പരിശോധന ഉണ്ടായിരുന്നു. അനൗൺസ്മെന്റ് മിലിറ്ററിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞതാണ്. ജീവനോടെ ആളുകളുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ്. കാരണം ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായി ആ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇനി അവിടെ ഉള്ളത് ഈ വീടുകൾ പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്തു പോയ സ്ഥലമാണ്. അവിടേക്ക് ഇന്നലെ ഒരു തവണ നമ്മൾ മാത്രമാണ് പോയത്. പിന്നെ ഈ രക്ഷാദൗത്യ സംഘവും അവിടേക്ക് എത്തുകയുണ്ടായി. അവിടെ എത്തുന്നത് ദുർഘടം പിടിച്ച അവസ്ഥയാണ്. അത് വല്ലാത്ത പാതയാണ്. അവിടെ രക്ഷാദൗത്യം ആരംഭിക്കണമെങ്കിൽ തന്നെ ഈ കോടമഞ്ഞ് മാറണം, മഴയൊന്ന് മാറി നിൽക്കണം, മണ്ണിടിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവിടെ സൂക്ഷിച്ചും കണ്ട് മാത്രമേ രക്ഷാദൗത്യം നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ വീടുകൾ തകർന്നിട്ടുള്ളത് തീരെ കുറവാണ്. 1-2 വീടുകൾ തകർന്നു കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നത് കാണാം. ബാക്കിയൊക്കെ തന്നെ ഈ ഉരുളൻ കല്ലുകളും വെള്ളവും പാറയും ഒക്കെ വന്നിട്ട് വാഷ് ഔട്ട് ചെയ്തു പോയിരിക്കുകയാണ്. അതായത് പൂർണ്ണമായും വീടില്ല. ഒരു ഗ്രാമം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ആ ഗ്രാമമില്ല എന്നുള്ളതാണ് അവസ്ഥ. മുണ്ടക്കയിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് പോകണം. അത് ദുർഘടം പിടിച്ച പാതയാണ്. വലിയ ഉരുളൻ കല്ലുകൾ വന്നടിഞ്ഞിട്ടുണ്ട്. മുട്ടപ്പം ചെളിയിൽ പുതഞ്ഞു വേണം അവിടേക്ക് പോകാൻ. ഈ വലിയ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതിന് വേറൊരു വഴിയുണ്ട്. ഇതിലെ ഒരു സ്വകാര്യ റിസോർട്ടിന്റെ ഒരു റോഡാണ്. പക്ഷേ ആ റോഡ് പകുതി വരെ മാത്രമേ പോകൂ. ബാക്കി സ്ഥലങ്ങളിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുകയാണ്. അതെല്ലാം മാറ്റി ഒരുപക്ഷെ സൈന്യം ഇന്ന് അവിടെ എത്തി ആ തകർന്ന വീടുകളായിരിക്കും അവരാദ്യം തിരയുന്നത്. ആ തകർന്ന വീടുകൾക്കുള്ളിൽ
മൃതദേഹങ്ങളുണ്ടോ എന്നതടക്കം പരിശോധിക്കും. ശേഷമേ ഈ താഴേക്ക് ഇറങ്ങിയുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധന ഉണ്ടാകൂ. കാരണം മണ്ണ് എന്നല്ല എസ്കേൻ അത് പറയേണ്ടത്, വലിയ കുന്നാണ്. വലിയ കുന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് ആ ഭാഗത്ത്. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. കുറച്ച് റിസ്ക്കാണ് ആ ഭാഗം. എങ്കിലും ആ സ്ഥലത്ത് എത്തി അവിടെ രക്ഷാദൗത്യം നടക്കുന്നുണ്ടോ എന്ന കാര്യം നോക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും സഹായം വേണ്ട ആളുകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ഭാഗത്തേക്കും പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ആ കുന്ന് രൂപപ്പെട്ടത് മാറ്റി ആ കുന്ന് തന്നെ ഇടിച്ചു കളഞ്ഞ് വലിയ ഉരുളൻ പാറക്കല്ലുകൾ തള്ളി ആ തോട്ടിലേക്ക് ഇട്ട് വേണം അടിയിൽ പരിശോധന നടത്താൻ. അതെന്തായാലും എത്ര വലിയ യന്ത്രങ്ങൾ വന്നാലും എസ്കേൻ അത് കുറച്ചധികം ദിവസങ്ങൾ എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എസ്കേൻ. ഞാൻ മുണ്ടക്കയിൽ നിന്നാണ് ഈ രക്ഷാദൗത്യം നേരിട്ട് കണ്ടുകൊണ്ട് ആണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ദൗത്യം അതീവ ദുഷ്കരം തന്നെയാണ് എസ്കേൻ. ടെറൈൻ അങ്ങനത്തെയാണ്. ശ്രീകാന്താണ് മുണ്ടക്കയുടെ ഉള്ളിൽ കടന്ന് ദുരന്തം സംഹാര താണ്ഡവമാടി മുണ്ടക്കയുടെ 5-6 കിലോമീറ്റർ ഉള്ളിൽ കടന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്ത്. ഇന്നലെയും ശ്രീകാന്ത് ഇതേപോലുള്ള വിദൂര പ്രദേശങ്ങളിലേക്ക് പോയിരുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ടെറൈനായി ഇപ്പോൾ ആഷ്മീത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ അനുഭവം വയനാട് ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന വയനാടാണ്, പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ.